ക്രൂശിലെ മരണത്താൽ പാപിയായിരിക്കുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നീതിയും കരുണയും കാൽവരിയിലെ ക്രൂശിൽ ദൈവം നിറവേറ്റി. നീതിമാനായിരിക്കുന്ന ദൈവം പാപിയെ ശിക്ഷിക്കുന്നു. മാത്രമല്ല, കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം പാപിയെ രക്ഷിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും കാൽവരിയിലെ ക്രൂശിൽ നിറവേറുകയാണ്. പാപിയുടെ സ്ഥാനം യേശുക്രിസ്തു ഏറ്റെടുത്തു. ക്രൂശിൽ മരിച്ച് നീതി നടപ്പാക്കി. ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലെ ദൈവം പാപിയോട് കരുണ കാണിക്കുന്നു. ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപമോചനം നൽകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നത്. പാപമോചനത്തിൻ്റെ അടിസ്ഥാനം മതകർമ്മങ്ങളല്ല, മനുഷ്യൻ്റെ നന്മപ്രവർത്തികളല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ കുരിശുമരണമാണ്. യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പാപിയെ രക്ഷിക്കുന്നു, പാപമോചനം പാപികൾക്ക് നൽകുന്നു എന്നാണ് തിരുവെഴുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്.